ശ്രീ മഹാഭാരതത്തിലെ വിരാടപർവം പാണ്ഡവന്മാരുടെ അജ്ഞാതവാസ കാലത്തെ സംഭവബഹുലമായ ജീവിതത്തെയാണ് നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. അവിടെ സൈരന്ധ്രിയായിട്ട് വിരാട് രാജാവിൻ്റെ പത്നിയുടെ പ്രസാധന കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരു ഭൃത്യയായിട്ട് പാഞ്ചാലി കഴിയുകയാണ്. ആ സുദേഷ്ണയുടെ സഹോദരൻ സൂതപുത്രനായ കീചകൻ എന്ന മഹാബലശാലിയും മഹാദുഷ്ടനുമായ അവിടുത്തെ സേനാപതി പാഞ്ചാലിയെ കണ്ട് കാമഭ്രാന്തനായിട്ട് മാറുകയും പാഞ്ചാലിയെ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വീടനായ ആ കീചകൻ്റെ വാക്ക് കേട്ട് സുദേഷ്ണ പാഞ്ചാലിയെ ആ സൂതപുത്രൻ്റെ ഗൃഹത്തിലേക്ക് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാനം കൊണ്ടുവരാൻ വേണ്ടി പാത്രവുമായിട്ട് പറഞ്ഞയക്കുകയാണ്. സുദേഷ്ണക്ക് പാഞ്ചാലിയുടെ ഭർത്താക്കന്മാരുടെ ശക്തിയെക്കുറിച്ച്, ഗന്ധർവന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർ എന്നാണ് പറഞ്ഞു ധരിപ്പിച്ചിട്ടുള്ളത്, അവരുടെ ശക്തിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. സ്വന്തം ഭർത്താവായ വിരാടനെ പോലും പാഞ്ചാലിയെ സമീപിക്കാതിരിക്കാൻ വേണ്ടി അവർ വിലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്വന്തം സഹോദരനെ വിലക്കാനുള്ള ശക്തി അവർക്കില്ല. അതുകൊണ്ട് അവർ പാഞ്ചാലിയെ അല്പം നിർബന്ധപൂർവ്വം തന്നെ കീചകന്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ സമയത്തുണ്ടായ പാഞ്ചാലിയുടെ വലിയ ഒരു ആന്തരിക മാനസിക സംഘർഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചു. തനിക്ക് നിവൃത്തികേട് കൊണ്ട് അങ്ങനെ പോകേണ്ടി വന്ന സമയത്ത് ദ്രൗപദി ചെയ്തത് എന്തായിരുന്നു? യഥാഹമന്യം ഭർത്തൃഭ്യോ നാഭിജാനാമി കഞ്ചന തേന സത്യേന മാം പ്രാപ്താം മാ കുര്യാത് കീചകോ വശേ. മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന. പതിവ്രതകളായ സ്ത്രീകൾക്ക് അവരുടെ ഈ പതിവ്രത ധർമ്മം തന്നെ ഒരു രക്ഷയായിട്ട് വരും. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് മഹാഭാരതത്തിൻ്റെ സിദ്ധാന്തം തന്നെ. നമ്മൾ പാലിക്കുന്ന ധർമ്മം തന്നെ നമ്മളെ രക്ഷിച്ചുകൊള്ളുമെന്നാണ്. അതുകൊണ്ട് തന്നെ പാഞ്ചാലി ഒരു പ്രാർത്ഥന ഇവിടെ ചെയ്തു. ഞാൻ സ്വന്തം ഭർത്താക്കന്മാരിലല്ലാതെ അന്യപുരുഷനിൽ ഒരിക്കലും മനസ്സ് കൊടുത്തിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ കാര്യത്തിൽ ഞാൻ സത്യത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നാൽ രക്ഷിക്കപ്പെട്ട ആ സത്യം തന്നെ കീചകനിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ ധർമ്മോ രക്ഷിത എന്ന് പറഞ്ഞതുപോലെ സത്യവും അതുപോലെയാണ്. അതിനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ എന്നിട്ട് പാഞ്ചാലി ഉപാധിഷ്ഠത സാ സൂര്യം മുഹൂർത്തമബലാതതഃ സതസ്യാസ്തനുമധ്യായ സർവം സൂര്യോവബുദ്ധവാൻ. പോരാതെ പ്രത്യക്ഷ ദൈവതമായിട്ട് പ്രകൃതിയിൽ നമുക്ക് കാണുന്ന ഒരു ഈശ്വര സ്വരൂപമാണ് സൂര്യഭഗവാൻ. പാഞ്ചാലി സൂര്യഭഗവാനെ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ ആ സൂര്യഭഗവാൻ പാഞ്ചാലിയുടെ എല്ലാ തരത്തെ ദുഃഖങ്ങളും സൂര്യന് മനസ്സിലാവുകയും സൂര്യൻ പാഞ്ചാലിയെ സഹായിക്കുകയും ചെയ്തു. എങ്ങനെ സഹായിച്ചു? അന്തർഹിതം തതസ്തസ്യ രക്ഷോ രക്ഷാർത്ഥമാദിശത് തച്ചൈനാം നാജഹാത്തത്ര സർവാവസ്ഥാസ്വനിന്ദിതാം. പാഞ്ചാലിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്തർധാനം ചെയ്ത രൂപത്തിലുള്ള ഒരു രാക്ഷസനെ പാഞ്ചാലിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൂര്യൻ നിയോഗിക്കുകയാണ്. അങ്ങനെ ആ രക്ഷസ് പാഞ്ചാലിയെ അറിയാതെ അന്തർധാനം ചെയ്ത അവസ്ഥയിലാണ് പാഞ്ചാലി പിന്തുടർന്ന് പോവുകയും എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും പാഞ്ചാലിയെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറായി പിന്തുടരുകയും ചെയ്തു. അങ്ങനെ ഒരു ഈശ്വരീയമായ രക്ഷാകവചം പാഞ്ചാലിക്ക് നേടാൻ സാധിച്ചു. അങ്ങനെ കീചകന്റെ ഭവനത്തിൽ വളരെ ശങ്കിതയായിട്ട് അവിടെ ചെന്നപ്പോൾ കീചകൻ പാഞ്ചാലിയെ കണ്ട ഉടനെ ആനന്ദാതിരേകം കൊണ്ട് അദ്ദേഹം തന്റെ മനസ്സ് തുള്ളിച്ചാടി. വരൂ, നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. എനിക്ക് ഇന്ന് മംഗളമയമായ ഒരു രാത്രിയാണ് നീ സമ്മാനിച്ചിരിക്കുന്നത്. തൻ്റെ ദാസിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ധാരാളം സ്വർണ്ണമാലകൾ, ശംഖവളകൾ, നാനാ നഗരങ്ങളിൽ തീർപ്പിച്ചതും അവിടുന്ന് കൊണ്ടുവന്നതുമായ രത്ന അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കുണ്ടലങ്ങൾ, പട്ടുസാരികൾ എന്നിവയൊക്കെ കൊണ്ടുവരൂ, പാഞ്ചാലിക്ക് സമർപ്പിക്കൂ എന്ന് തൻ്റെ ദാസിമാരോട് അദ്ദേഹം ആജ്ഞ കൊടുത്തു. അങ്ങനെ പാഞ്ചാലിയോട് ഒരു വിടൻ്റെ രീതിയിൽ തന്നെ പെരുമാറുന്ന കീചകനോട് പാഞ്ചാലി പറഞ്ഞു, അല്ലയോ സൂതപുത്ര, ഒരു നിഷാദന് എങ്ങനെയാണോ ബ്രാഹ്മണ സ്ത്രീയെ പ്രാപിക്കാൻ സാധിക്കാതെ വരുന്നത് അവരുടെ തപസ് കൊണ്ട്,
അതുപോലെ നിനക്ക് എന്നെ സ്പർശിക്കാൻ പോലും സാധിക്കുകയില്ല, നിനക്ക് എന്നെ നേടാൻ സാധിക്കുകയില്ല. പരതാരാഭിമർശനം ചെയ്യുന്ന അന്യന്റെ പത്നിയെ സമ്മതമില്ലാതെ പ്രാപിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നതായ സ്ഥലത്ത് എന്ന് വെച്ചാൽ നരകത്തിൽ കീടങ്ങളെപ്പോലെ നിനക്ക് കഴിയാൻ സാധിക്കും. മരിച്ചതിന് ശേഷം നീ നരകത്തിൽ കീടങ്ങൾക്ക് വിധിക്കപ്പെട്ടതായ കീടങ്ങളുടെ ജീവിതമാണ് നിനക്ക് നരകത്തിലുണ്ടാവുക. അതാണ് നിന്റെ പാപത്തിനുള്ള ഫലം എന്ന് പാഞ്ചാലി കീചകനോട് പറയുന്നു. പക്ഷേ പാഞ്ചാലി പറഞ്ഞു, ഞാൻ രാജപുത്രി പറഞ്ഞയച്ച പ്രകാരം അവർക്കുള്ള പാനം വാങ്ങാൻ വേണ്ടി വന്നതാണ്, വേഗം അത് തന്നയച്ചു വിടൂ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പാനമൊക്കെ മറ്റു ദാസിമാരെ കൊണ്ടു കൊടുത്തോളും, നീ ഇവിടെ വരൂ, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് പാഞ്ചാലിയുടെ വലത് കൈയിൽ കയറി പിടിച്ചു. പാഞ്ചാലി തൻ്റെ കൈ കുതറി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് പാഞ്ചാലിയുടെ ഉത്തരീയത്തിൽ കയറി പിടിക്കുകയും ചെയ്തു. ഉത്തരീയത്തിൽ കയറി പിടിച്ച സമയത്ത് പാഞ്ചാലി കീചകനെ ബലമായി പിറകോട്ട് തള്ളിയ സമയത്ത് കീചകൻ താഴെ വീണ തക്കത്തിൽ പാഞ്ചാലി ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. കീചകൻ പാഞ്ചാലി പിന്തുടർന്ന് വരുന്നു. പാഞ്ചാലി ഓടുന്നത് യുധിഷ്ഠിര മഹാരാജാവ്, കങ്കൻ എന്ന പേരിൽ അവിടെ കഴിയുന്ന യുധിഷ്ഠിര മഹാരാജാവ് രാജാവിനോടൊപ്പം ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സഭയെ ലക്ഷ്യമാക്കിയിട്ടാണ് പാഞ്ചാലി ഓടിയത്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പാഞ്ചാലിയെ കീചകൻ വീണ്ടും മുടിയിൽ പിടിക്കുകയാണ്. താം കീചകപ്രധാവന്തീം കേശപാശേ പരാമർശൽ അഥൈനം പശ്യതോ രാജ്ഞപാതയത്വാ പദാപഥേത്. ഇങ്ങനെ ഓടുന്ന സമയത്ത് പിറകിൽ നിന്നും പിടിക്കാൻ കിട്ടുന്ന സ്വാഭാവികമായിട്ടും മുടിയാണ്. പാഞ്ചാലിയുടെ മുടിയാണെങ്കിൽ എന്നും അഴിഞ്ഞു കിടക്കുന്ന മുടിയാണ്. ആ മുടിയിൽ കയറി പിടിക്കുകയും അങ്ങനെ പിടിക്കപ്പെട്ട സമയത്ത് അത് എവിടെ വെച്ചാണ് രാജാവിൻ്റെ മുന്നിൽ, രാജാവും യുധിഷ്ഠിരനും ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ആ രാജാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പാഞ്ചാലിയെ മുടിയിൽ പിടിച്ച് വലിച്ച് താഴെ ഇടുകയും ചെയ്തു. താഴെ വീണ് കിടക്കുന്ന പാഞ്ചാലിയെ കീചകൻ തൻ്റെ കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു. വളരെ നികൃഷ്ടമായ ഒരു കർമ്മമാണ് ചെയ്തത് എന്നാണ് കാണിക്കുന്നത്. പദാപഥീത്, കാലുകൊണ്ട് പ്രഹാരം ചെയ്തു, പാദപ്രഹാരം, അതായത് ചവിട്ടി എന്നാണ്. ഇത് വലിയൊരു മഹാഭാരതത്തിലെ വലിയൊരു സംഭവമാണ്. ദുശ്ശാസനൻ പാഞ്ചാലിയുടെ മുടിക്കെട്ടിൽ പിടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കീചകനും പാഞ്ചാലിയെ ഈ രീതിയിൽ കാലുകൊണ്ട് ചവിട്ടുക എന്ന് പറയുന്നത് വളരെ നികൃഷ്ടമായ ഒരു പെരുമാറ്റമാണ് എന്ന് വ്യക്തമാണ്. തസ്യോസൗ തദാർക്കേണ രാക്ഷസസന്നിയോജിത സ കീചകമപോവാഹ വാതവേഗേന ഭാരത സപപാത തഥാ ഭൂമോ രക്ഷോബലസമാഹത വിഘൂർണമാണോ നിശ്ചേഷ്ടഛിന്നമൂല ഇവ ദ്രുമ. ഒരു തവണ ചവിട്ടാനേ സാധിച്ചുള്ളൂ. രണ്ടാമത് വീണ്ടും പാഞ്ചാലിയെ പ്രഹരിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് സൂര്യഭഗവാനിൽ നിയുക്തനായ ആ രാക്ഷസൻ അവിടെ ഇടപെടുകയും കീചകനെ ബലമായി തള്ളി വീഴ്ത്തുകയും ചെയ്തു. അപ്പോൾ ആ കീചകൻ വിഘൂർണമാണ, തല വട്ടം കറങ്ങി അവൻ ഒരു ഛിന്നമൂല ഇവദ്രുമ, പേരോട് ഭൂമിയിൽ പതിക്കുന്ന ഒരു വൃക്ഷം പോലെ അവൻ ഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു എന്നാണ്. ഇപ്പൊ പാഞ്ചാലി വീണതുപോലെ കീചകനും അവിടെ വീണു. രാക്ഷസന്റെ ആ തള്ളു കാരണം, രാക്ഷസന്റെ ബലപ്രയോഗം കാരണം പാഞ്ചാലി താഴെ വീണിട്ട് പാഞ്ചാലിയുടെ വായിൽ നിന്നും രക്തം വമിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ സഭാവാസികളായിട്ടുള്ള സദസ്യരായിട്ടുള്ള ആളുകൾ, അതിൽ ബ്രാഹ്മണരും ക്ഷത്രിയന്മാരും വൃദ്ധജനങ്ങളും ഉണ്ടായിരുന്നു. വലിയ ദുഃഖം തോന്നി അവർക്ക്. അവരൊക്കെ തന്നെ ഹാ ഹാ എന്ന ശബ്ദമുണ്ടാക്കി ഹാഹാകാരം മുഴക്കിക്കൊണ്ട് പറഞ്ഞു, നയുക്തം സൂതപുത്രേരി കീചകേത് ച മാനവാഹ. ആ മനുഷ്യരൊക്കെ പറഞ്ഞു, അല്ലയോ സൂതപുത്രനായ കീചക, ഇത് നീ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് നിനക്ക് ചേർന്നതല്ല, ഇത് ഉചിതമല്ല. ഒരു സ്ത്രീയെ കാലുകൊണ്ട് ചവിട്ടുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവളൊരു ലക്ഷണമത്ത പതിവ്രതയായിട്ടുള്ള സൽസ്വഭാവമുള്ള ഒരു സ്ത്രീ എന്ന രീതിയിൽ അവളെ നീ ഈ രീതിയിൽ ചവിട്ടിയത് ശരിയായില്ല എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതേ കാഴ്ച രാജാവിൻ്റെ സന്നിധിയിലുള്ള യുധിഷ്ഠിര മഹാരാജാവും കണ്ടു. അതുപോലെ പാചകക്കാരനായിട്ട് അവിടെ ഇരിക്കുന്ന വല്ലഭൻ എന്ന പേരിൽ അവിടെ വസിക്കുന്ന ഭീമസേനനും കണ്ടു. അവർക്കും അസഹ്യമായ ക്രോധമുണ്ടായി. കീചകനെ വധിക്കാൻ വേണ്ടി ഭീമൻ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ്. പല്ലിറുമ്മിക്കൊണ്ട് കണ്ണിൽ നിന്ന് പുക അങ്ങനെ ഉയർന്നു വരുന്നത് പോലെ തോന്നി എന്ന് പറയുന്നു. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. പുരികം ഭയങ്കരമായി വളച്ചു വെച്ചുകൊണ്ട് ഭീമൻ ക്രുദ്ധനായിട്ട് കീചകനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് തൻ്റെ കൈകൊണ്ട് നെറ്റിയുടെ വിയർപ്പ് തുടച്ച് ചാടി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഭാവിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിര മഹാരാജാവ് ഇവിടെ തങ്ങളുടെ യഥാർത്ഥ രൂപം ഇവിടെ പ്രകടമായി കഴിഞ്ഞാൽ തങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും വർദ്ധിക്കുകയാണ് ചെയ്യുക. വിരോധാദികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും.
ഭീമനെ ഒരു കാരണവശാലും ഈ ഒരു ബലപ്രയോഗത്തിന് സമ്മതിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ പെരുവിരൽ കൊണ്ട് ഭീമന്റെ പെരുവിരലിൽ അമർത്തി ഒന്ന് ഞെരിക്കുകയാണ്. സൂചന കൊടുക്കുകയാണ്, ഒരു കാരണവശാലും നീ ഇപ്പോൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് കാണിച്ചു. ഭീമൻ, അമർഷം സഹിക്കാൻ പറ്റാത്ത ഭീമൻ പല്ലുഞെരിച്ചുകൊണ്ട് ക്രുദ്ധനായിട്ട് അടുത്തുള്ള ഒരു വൃക്ഷത്തെ നോക്കുകയാണ്. ഈ വൃക്ഷം പറിച്ചെടുത്ത് കീചകനെ അടിക്കണം എന്നായിരുന്നു ഭീമന്റെ ആലോചന. അവിടെ എങ്ങനെയാണ് വൃക്ഷം വന്നത്? സഭയിലാണോ ഈ കാര്യം നടക്കുന്നത് എന്ന് വെച്ചാൽ സഭയിലേക്ക് ഓടി എന്നേ പറഞ്ഞിട്ടുള്ളൂ. സഭയിൽ വെച്ചല്ല ഇത് നടക്കുന്നത് എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ രാജ കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ, കൊട്ടാരത്തിനകത്ത് തന്നെ, കൊട്ടാരക്കെട്ടിനകത്ത് തന്നെയുള്ള അകത്തളങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ചില വൃക്ഷങ്ങളും ഉദ്യാനങ്ങളൊക്കെ കാണും. അങ്ങനെ അവിടെ തന്നെ കൊട്ടാരക്കെട്ടിനകത്തുള്ള ഒരു വലിയ വൃക്ഷത്തെയാണ് ഭീമൻ ഇങ്ങനെ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ട് നോക്കിയത് എന്ന് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ യുധിഷ്ഠിരൻ അദ്ദേഹത്തിന് സൂചന കൊടുക്കുകയാണ്, ഹേ സൂത, അല്ലയോ പാചകക്കാരാ, വിറകിന് വേണ്ടിയാണോ നീ ഈ വൃക്ഷത്തെ നോക്കുന്നത് എന്ന് അർത്ഥഗർഭമായിട്ട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു. അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു പാചകക്കാരന് വിറകിൻ്റെ സ്വഭാവം, വിറകാക്കേണ്ട വൃക്ഷത്തിൻ്റെ സ്വഭാവം അറിയാതെ വരുമോ? കാരണം ഇതൊരു പച്ചമരമാണ്. ഈ പച്ചമരം വിറകാക്കിയിട്ട് നിനക്ക് ഒരു കാര്യവുമില്ല, അത് അടുപ്പിൽ ഇട്ട് കത്തുകയില്ല. ഉണങ്ങിയ വൃക്ഷമാണ് നിനക്ക് വിറകാക്കാൻ വേണ്ടത്. എന്താണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഭീമനോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ബുദ്ധിപൂർവകമായിട്ട് അർത്ഥഗർഭമായ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞു. യസ്യ ചാർദ്രസ്യ വൃക്ഷസ്യ ശീതഛായം സമാശ്രയേത് തസ്യ പർണം ദൃഹ്യേത പൂർവവൃത്തമനുസ്മരൻ. സാധാരണ ആർദ്രമായ വൃക്ഷം, ഉണങ്ങാത്ത പച്ചയായിട്ടുള്ള ജീവനോടെയുള്ള ചൈതന്യമുള്ള ഒരു വൃക്ഷത്തിൻ്റെ ശീതളമായ ഛായ, ശീതളമായ അതിൻ്റെ തണലിനെ ആശ്രയിച്ച ഒരു വ്യക്തി, തനിക്ക് ആശ്രയം, മുമ്പൊരിക്കൽ ആശ്രയം തന്ന വൃക്ഷമാണ്, തരാറുള്ള വൃക്ഷമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വൃക്ഷത്തിൻ്റെ ഒരു ഇലയെപ്പോലും ഉപദ്രവിക്കരുത് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിമഹത്തായ ഒരു പ്രകൃതി പാഠമാണ്, അതിമഹത്തായ പ്രകൃതി സ്നേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് യുധിഷ്ഠിര മഹാരാജാവ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ആശയം ആ ശ്ലോകത്തിൻ്റെ ഒരു വാച്യാർത്ഥം മാത്രമാണ്, ബാഹ്യമായ അർത്ഥം മാത്രമാണ്. ഈ ശ്ലോകത്തിന് മറ്റൊരു ആന്തരികാർത്ഥം ഉള്ളത് എന്താണ്? ഇവിടെ ആരാണ് പച്ചമരം? തനിക്ക് തണലേകിയ, ശീതളമായ തണലേകിയ ഈ പച്ചമരം ഏതാണ്? അത് വിരാടൻ എന്ന് പറയുന്ന മത്സ്യരാജാവ് തന്നെയാണ്. നമുക്ക് ആശ്രയം തന്നിരിക്കുകയാണ്. ദുര്യോധനനിൽ നിന്നും ഒളിച്ചു കഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് 6 പേർക്കും ഇവിടെ അദ്ദേഹം ആശ്രയം തന്നു. യാതൊരു നമ്മുടെ മറ്റ് ചരിത്രം ഒന്നും ചോദിക്കാതെ, ആരാണെന്ന് പോലും കൃത്യമായി അറിയാതെ ആശ്രയം തന്ന് അദ്ദേഹത്തിന് ആശ്രിതരായിട്ട് കഴിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ ബന്ധുവായിട്ടുള്ള, അദ്ദേഹത്തിന് സേനാധിപനും ഭാര്യാ സഹോദരനുമായിട്ടുള്ള, ശ്യാലനായിട്ടുള്ള, അളിയനായിട്ടുള്ള ഈ കീചകനെ വധിക്കുന്നത് ആ രാജാവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. അപ്പോൾ നമുക്ക് ആശ്രയം തന്ന, ശീതള ഛായ തന്നിട്ടുള്ള വൃക്ഷത്തിൻ്റെ ഒരു ഇല പോലും നമ്മൾ പറിച്ചെടുത്ത് അതിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് യുധിഷ്ഠിര മഹാരാജാവ് പറയുമ്പോൾ അതിന് ഇങ്ങനെയൊരു ആന്തരികാർത്ഥം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് എത്ര ബുദ്ധിപരമായിട്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് ഒരു വാക്കിനെ അദ്ദേഹം പറയുന്നത്. അതിന് ഒരു ലൗകികമായ, ബാഹ്യമായ, അതും ഒരു മഹത്തായ അർത്ഥമാണ്, മഹത്തായ ആശയമാണ്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ, വൃക്ഷ സംരക്ഷണത്തിൻ്റെ ആശയം പറയുന്നു. ധർമ്മത്തെ അദ്ദേഹം അവിടെ പ്രകാശിപ്പിക്കുന്നു. അതേ സമയത്ത് ആന്തരികമായിട്ട് ഭീമന് കൊടുക്കേണ്ടതായ കൃത്യമായ നിർദ്ദേശം, കൃത്യമായ ഒരു മാർഗദർശനവും ആ ശ്ലോകത്തിലൂടെ, ആ വാക്യങ്ങളിലൂടെ യുധിഷ്ഠിര മഹാരാജാവ് കൊടുക്കുകയാണ്. ഭീമൻ എന്ത് ചെയ്യാനാണ്? ഭീമൻ ആ അമർഷത്തെ, തൻ്റെ ജ്യേഷ്ഠൻ്റെ ആജ്ഞയെ ധിക്കരിക്കാനുള്ള ഒരു ധൈര്യം, മാനസിക ധൈര്യം അദ്ദേഹത്തിനില്ല. കാരണം ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠൻ അനുസരിക്കേണ്ടതാണ്. അദ്ദേഹം ആ ദ്വേഷത്തെ കടിച്ചമർത്തിക്കൊണ്ട് സ്വയം നിയന്ത്രിച്ചു. ഭീമൻ മിണ്ടാതായപ്പോൾ ദ്രൗപദി കൂടുതൽ ക്രുദ്ധയായി. തൻ്റെ ഭർത്താക്കന്മാർ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വളരെ ക്രുദ്ധയായിട്ട് ആ സഭാദ്വാരത്തിലേക്ക് ഓടി വന്നിട്ട് അവിടെ ദീനരായ ഭീമൻ, യുധിഷ്ഠിരൻ, അർജുനൻ, നകുല സഹദേവന്മാർ മുതലായിട്ടുള്ള തൻ്റെ ഭർത്താക്കന്മാർ ദീനന്മാരായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവരെ ശകാരിക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ പോലും പെട്ടെന്ന് പാഞ്ചാലിക്ക് തോന്നി, താൻ ഇവിടെ തൻ്റെ സ്വരൂപത്തെ, സ്വന്തം രഹസ്യത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് പ്രതിജ്ഞാധർമ്മ ഭയത്താൽ, അതായത് അജ്ഞാതവാസകാലത്ത് ആർക്കും തിരിച്ചറിയാൻ പാടില്ല എന്നുള്ള പ്രതിജ്ഞ ലംഘിക്കപ്പെടുമോ എന്നുള്ള ഭയത്താൽ സ്വന്തം രൂപത്തെ പ്രകടിപ്പിക്കാതെ വിരാട് രാജാവിനെ തന്നെ ക്രുദ്ധയായി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, പ്രജാരക്ഷണം എന്ന് പറയുന്ന പരമമായ ധർമ്മമാണ് രാജാവിന് നിറവേറ്റേണ്ടതുള്ളത്. അങ്ങനെ പ്രജാപാലനം കർത്തവ്യമായിട്ടുള്ള രാജാവ് സ്വന്തം മക്കളും പ്രജകളും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണിക്കാൻ പാടില്ല, ഒരുപോലെ കാണണം എന്നാണ്.
പ്രജകളിൽ അദ്ദേഹത്തിന് പ്രിയന്മാരും ദ്വേഷ്യന്മാരും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. രാജൻ ധർമാസനസ്ഥേവി രക്ഷമാം ത്വമനാഗസീം അഹം ത്വനപരാധ്യന്തി കീചകേന ദുരാത്മന പശ്യതസ്തേ മഹാരാജ ഹതാ പാദേന ദാസവൽ. അല്ലയോ രാജാവെ, അങ്ങ് ധർമാസനത്തിൽ ഇരിക്കുന്ന ഒരാളായിട്ട് എന്നെ, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ രക്ഷിക്കാൻ അങ്ങ് പ്രതിജ്ഞാബദ്ധനാണ്, അങ്ങ് ബാധ്യസ്ഥനാണ് എന്ന് അറിയുക. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അനപരാധ്യന്തി, ഞാൻ ഒരു കീചകനോടോ ആരോടും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നിട്ട് ദുഷ്ടനായ ഈ കീചകൻ അങ്ങയുടെ കൺമുന്നിൽ വെച്ച് എന്നെ കാലുകൊണ്ട് ചവിട്ടുകയുണ്ടായി. അങ്ങ് എന്താണ് പ്രതികരിക്കാത്തത്? അങ്ങ് എന്തുകൊണ്ടാണ് ധർമ്മം പാലിക്കാത്തത്? ഞാൻ അങ്ങയുടെ ഒരു പ്രജയല്ലേ, പ്രജകളെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമല്ലേ? എന്താണ് അങ്ങ് ചെയ്യാത്തത്? മത്സ്യകുലത്തിന്റെ, അങ്ങയുടെ കുലമായ മത്സ്യകുലത്തിന്റെ ധർമ്മം അതല്ലേ? അല്ല, വിരുദ്ധമായിട്ടാണോ? സ്ത്രീകളെ ആർക്കും എന്തും ചെയ്യാം എന്നാണോ അങ്ങയുടെ കുലത്തിന്റെ ധർമ്മം? ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നവളാണ്, ആശ്രയിക്കുന്നവളെ രക്ഷിക്കേണ്ടതും രാജാവിന്റെ ധർമ്മമാണ്. ത്രാഹിമാം കീചകാത്, ഈ കീചകനിൽ നിന്നും രാജാവെ എന്നെ രക്ഷിക്കൂ. അകാര്യാണാം അനാരംഭേ കാര്യാണാം അനുപാലനാത് പ്രജാസു യേ സുവൃത്താസ്തേ സ്വർഗമായാന്തി ഭൂമിപാഹ. രാജകന്മാര് പ്രജകളില് സുവൃത്തന്മാരായിരിക്കണം, നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവരാണെങ്കിൽ അകാര്യം ചെയ്യാതിരിക്കുകയും, അകാര്യാണാം അനാരംഭേ കാര്യാണാം അനുപാലനാത്, അകാര്യങ്ങൾ ചെയ്തുകൂടാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും വേണം എന്നുള്ളതാണ് രാജാവ് പ്രജകളിൽ കാണിക്കേണ്ടതായ പരമമായ ധർമ്മം. അങ്ങനെ കാണിക്കുന്ന രാജാവ് സ്വർഗത്തിൽ പോകുന്നു, വിപരീതമായിട്ട് ചെയ്യുന്ന രാജാക്കന്മാർ നരകത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് പണ്ട് ഇന്ദ്രന് ബ്രഹ്മാവ് കൊടുത്ത ഒരു ഉപദേശമാണ്. നമുക്ക് പാഞ്ചാലിയുടെ നീതിശാസ്ത്ര ബോധം നമ്മളിവിടെ അളന്ന് കുറിച്ച് വെക്കേണ്ടതാണ്. ഇന്ദ്രന് ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശം അനുസരിച്ചത് കൊണ്ടാണ് ഇന്ദ്രന് ലോകത്തിന്റെ നിയന്ത്രണം, ലോകത്തിന്റെ മുഴുവൻ ഭരണാധികാരിയായിട്ട് സ്വർഗലോകം ഭരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഈ വാക്കുകൾ കേട്ട സമയത്ത് വിരാടൻ ഒന്ന് ചമ്മി. വിരാടൻ എന്ത് ചെയ്തു? കീചകനെ വിളിച്ച് വളരെ മൃദുവായിട്ട് പറഞ്ഞു, മോനെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ സാന്ത്വപൂർവകമായിട്ട് ഈ ബലദർപ്പിതനായ ദുഷ്ടനായ അഹങ്കാരിയായ കീചകനെ അദ്ദേഹം ഒന്ന് വിലക്കി, സ്നേഹപൂർവ്വം വിലക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ശിക്ഷ കൊടുക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അത് പാഞ്ചാലിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയാണ്. തുടർന്ന് പാഞ്ചാലി എന്താണ് വിരാടനോട് പറഞ്ഞത്? എന്താണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ പ്രതികരണം എന്തായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന സദസ്യരായ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു? എന്താണ് കീചകന്റെ വിധി എന്നും നമുക്ക് തുടർന്ന് നോക്കാം.